ഇടിച്ചു കയറുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിന്റെ ആരാധനയുടെ അക്രമയുടെ വ്യാപാരം കൊണ്ട് അവന്റെ ബന്ധനത്തെ ഒന്ന് തളർത്തുവാൻ സാധിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, എന്നിൽ ബലത്തോടെ യാചിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഒന്ന് തിരിച്ചറിയേണ്ടതിന് ഒന്ന് തിരിച്ചറിയണം. യേശുവിൻ നാമത്തിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് തിരിച്ചറിയണം. ഇന്ന് രാത്രി എന്റെ വിഷയത്തിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയാൻ പോവുകയാണ്. അല്ലറിയ നിന്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ, നിന്റെ ദേശത്തുള്ള വിഷയങ്ങളിൽ, നിന്റെ വീടിനകത്തുള്ള വിഷയങ്ങളിൽ, തലമുറക്കകത്തുള്ള വിഷയങ്ങളിൽ, ആരോഗ്യ വിഷയങ്ങളിൽ, അല്ലെ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിയുവാൻ നോക്കണം. ഇന്ന് ആവണമെന്നുണ്ടെങ്കിൽ ആ കരങ്ങളിൽ ഒന്ന് വിധേയപ്പെട്ടു കൊടുക്കുവാൻ ഇടയാകണം. അല്ലാതെ യേശാവിനെ പോലെ താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് വേണ്ടി നിത്യമായ സർവ്വസ്വാതന്ത്ര്യമായ ആർക്കും റദ്ദ് ചെയ്യുവാൻ കഴിയാത്ത, ആർക്കും ക്യാൻസലാക്കുവാൻ കഴിയാത്തതായ ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞതുപോലെ ഇന്ന് രാത്രി ഈ ആത്മീയലോകം അലപ്പതിക്കുവാനുള്ള കാരണമെന്ന് ആരെ താൽക്കാലികമായ ആശ്വാസം, താൽക്കാലികമായ നേട്ടം, താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതിനെ ചാവറുവിലയ്ക്ക് വിറ്റ് കളയുന്ന ആത്മീയ അനുഭവത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ പരാജയപ്പെട്ട് പിന്മാറുന്നവരുടെ വലിയ കൂട്ടത്തെ നമുക്ക് കാണുവാനായി കഴിയുന്നു. എന്നാൽ ആ ഭാഗത്തോടെ അവസാനിപ്പിക്കുന്നു. ദിനവൃത്താന്തം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളെ തിരുവചനത്തിലൂടെ വായിക്കുന്നത്, ദൈവത്തിന്റെ ജനത്തിനെതിരെ അതിശക്തമായ പോര് കയറി വരുന്നു. മോവാബ്യർ, അമ്മോന്യർ, മെയൂന്യർ, കാറ്റുവേഗത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ അതേ കുതിരപ്പടകളുമായി രഥവുമായി ഇങ്ങനെ ശക്തിയോടുകൂടെ മുന്നോട്ട് വരുന്നൊരു കാഴ്ച ആ ഭാഗത്ത് കാണുവാനായി കഴിയുന്നു. കുതിരപ്പടയും അതേ വാളും പരിയുമേന്തി ലക്ഷോപലക്ഷം അതേ ശത്രുക്കൾ കാറ്റുവേഗത്തിൽ പാഞ്ഞു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, എടുത്തവർ നോക്കിയേ, അവർ ആരാധിച്ചു തുടങ്ങിയപ്പോൾ, അവർ പാടി തുടങ്ങിയപ്പോൾ, അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, അവർ അഭിഷേകത്തിൽ നിറഞ്ഞപ്പോൾ, എന്തോരുണ്ടെങ്കിലും വായിച്ചു, അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് വിരോധമായി വന്ന വരുത്തി. അവർ ഏത് നിലയിലാ തോറ്റത്? ശത്രു തോറ്റത് എങ്ങനെ? ശത്രു തോറ്റത് തന്നെ ദിനം പാടി ആരാധിക്കാൻ തുടങ്ങി. അവൻ എത്ര പേരുള്ളൂ അതൊരു വിഷയമല്ല. ഉള്ളവർ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഉള്ളവർ പാടി സ്തുതിച്ചു തുടങ്ങുമ്പോൾ, ഒരു അഭിഷേകത്തിന് നിറം ഉയർത്തുമ്പോൾ, ആലയത്തിൽ ദൈവമഹത്വം ഉയരുമ്പോൾ, തേജസ്സിനാൽ ആലയം ജനം നിറയുമ്പോൾ, അല്ലെങ്കിൽ തങ്ങളുടെ അതേ ആരോഗ്യവും തങ്ങളുടെ ബലവും ദൈവത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഏറ്റുകൊണ്ട് ശക്തിയോടെ അവനെ ആരാധിക്കുമ്പോൾ അവിടെ ശത്രു തോക്കും. അവിടെ ആവിചാരം പരാജയപ്പെടും, അവിടെ മത്സരം പരാജയപ്പെടും, നിനക്കെതിരെ അസൂയകൾ പരാജയപ്പെടും, നിന്നെ തലമുടിയിപ്പിച്ചേരുമില്ലാതാക്കുവാൻ വീണുടങ്ങുന്ന പോരാടുന്ന പോരികളുണ്ട്. എന്നാൽ അത് പരാജയപ്പെടുവാൻ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് സാധ്യമല്ല. അത് പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന് വിറ്റത് അത് തൊട്ടു മുമ്പിലായി ഒരു പറയുന്ന ശരിയല്ലേ എങ്കിലും ഇവിടെ മറ്റാരി